ഹായ് ഹലോ. ഇന്നലെ നമ്മുടെ വീടിൻ്റെ അവിടെ കാട്ടാന വന്നു ഗൈസ്. ഇത്ര ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്നു. നമ്മളിവിടെ നട്ടു വെച്ചിരുന്ന കസ്തൂരി മഞ്ഞളൊക്കെ പിഴുത് കളയുകയും ചവിട്ടി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ കുറേ നാളായി നമുക്ക് ഭയങ്കര കാട്ടാന ശല്യമാണ്. ഇത് കണ്ടോ, ആനയുടെ കാൽപാദമൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മുടെ വീടിൻ്റെ വേറെ 100 മീറ്റർ അപ്പുറത്തൊരു തെങ്ങും തള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി കാണിച്ചു തരാവേ. നമ്മുടെ ഇവിടെ കുറേ വീടുകളുണ്ട്. നമ്മൾ വനത്തിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മുകളിലേക്ക് കുറച്ച് വീടുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തോടിൻ്റെ അക്കരെയായിട്ട് ഒരു സ്കൂളുണ്ട്. ട്രൈബൽ കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഒരു ഹോസ്റ്റലും സ്കൂളൊക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു സ്ഥാപനമുണ്ട്. ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായിട്ട് എല്ലാ ദിവസവും തന്നെ നമ്മൾ ഈ കാട്ടാന ശല്യം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാമത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ എല്ലാ ദിവസവും ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തോടിൻ്റെ മറുകരയിൽ നിന്ന് തെങ്ങ് തള്ളിയിട്ടിട്ട് ആന തോടിറങ്ങി കയറി ഇപ്പുറം വന്നിട്ട് ആ തെങ്ങ് തിന്നിട്ട് പോയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നാട്ടുകാരും ഫോറസ്റ്റുകാരും പഞ്ചായത്തുകാരും ഒക്കെ കൂടി ചേർന്ന് കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ മഴയുള്ള സമയത്തൊക്കെ കറണ്ട് ഇല്ലാതിരിക്കുക, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും ആനശല്യം കുറച്ചും കൂടി കഠിനമാകുന്നതിനൊരു കാരണമാകുന്നുണ്ട്. തനി സാധാരണക്കാരായിട്ടുള്ള നാട്ടിൻപുറത്തുകാരായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു നാട്ടിൻപ്രദേശമാണിത്. വനത്തോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളും നമുക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.